എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷുവൊക്കെ വരികയല്ലേ. എല്ലാവരുടെ വീട്ടിലും കണി കാണാനായിട്ട് കൃഷ്ണ വിഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ. ഇനി അങ്ങനെ ഇല്ലാത്തവരെന്ത് ചെയ്യും? പുതിയ വിഗ്രഹം വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലുള്ള കൃഷ്ണ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വിഗ്രഹം വെക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗുണത്തിന് പകരം ദോഷമായിട്ടായിരിക്കും വരുന്നത്. അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടാണ് വീട്ടിൽ വിഗ്രഹം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗുണം എന്ന് കരുതും, പക്ഷേ വീടിന് ദോഷമായിരിക്കും സംഭവിക്കുക. അപ്പം എന്തൊക്കെയാണ് വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് പൂർണ്ണ ഫലസിദ്ധി ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. എവിടെയാണ് വെക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഏത് വിഗ്രഹമായാലും വീട്ടിൽ വാങ്ങി വെക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ വിഗ്രഹം ത്തിന് വല്ല പൊട്ടലോ, അതായത് വിഗ്രഹം മാത്രമല്ല, ചിത്രമാണെങ്കിലും എന്തെങ്കിലും പൊട്ടലോ വിള്ളലോ ഒന്നും ഉണ്ടാവരുത്. അങ്ങനെ ഒന്നുമില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നത്. മനോഹരമായിട്ടുള്ള ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം എന്ന് പറഞ്ഞാലും ഒരു പൊട്ടലുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നും ലഭിക്കില്ല എന്ന് മാത്രമല്ല, ദോഷമായിരിക്കും ഫലമായിട്ട് ലഭിക്കുക. അപ്പോൾ അത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പറയാണ്, ഒന്നാമത്തെ കാര്യം, പൊട്ടലോ വിള്ളലോ ഉള്ള വിഗ്രഹം വീട്ടിൽ സൂക്ഷിക്കരുത് എന്നുള്ളതാണ്. അത് കൃഷ്ണ വിഗ്രഹത്തിന് മാത്രമല്ല, മറ്റേതൊരു വിഗ്രഹത്തിനും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഇതിരിക്കും തോറും ദുരിതമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ കാര്യം, പൊടി പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്ന വിഗ്രഹം എപ്പോഴും പൊടി പിടിച്ച് മാറാലയൊക്കെ പിടിച്ച് അഴുക്ക് പിടിച്ച ഒരവസ്ഥയിലാവാൻ പാടില്ല. ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും അത് തുടച്ച് വൃത്തിയാക്കി അഴുക്കും പൊടിയും ഒക്കെ കളഞ്ഞ് സൂക്ഷിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ ഏതൊരു വിഗ്രഹവും വീട്ടിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ. പൊട്ടലുള്ള വിഗ്രഹം വെച്ചാൽ ദോഷം വരും. അതുപോലെ വെച്ച വിഗ്രഹം പൊടി പിടിച്ച് മോശമായാലും ദോഷം തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാകും. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ മുഖം തിരിച്ച് വെക്കണം. തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ വെക്കരുത്. കിഴക്കോട്ട് വെക്കാൻ പറ്റാത്തവർ മാത്രം വടക്കോട്ട് തിരിച്ചു വെച്ചാൽ മതി. പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു വിഗ്രഹം വീട്ടിൽ വെച്ചിട്ട് അർത്ഥമുള്ളൂ എന്നുള്ളതാണ്. ഈ രണ്ട് ദിശയിലോട്ട് വേണം മുഖം തിരിച്ചു വെക്കാൻ. തെക്കോട്ട് ഒരു കാരണവശാലും വെക്കാൻ പാടില്ല. പടിഞ്ഞാറോട്ട് അത്ര നല്ലതല്ല. എപ്പോഴും ഏറ്റവും നല്ലത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക. അതും അല്ലെങ്കിൽ വടക്കോട്ട് മുഖം തിരിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും പറ്റില്ല, ഈ ഒരു ഭാഗത്തേക്കൊന്നും വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതായത് വീട്ടിൽ വിഗ്രഹം വെക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എന്താ വെച്ചാൽ, കൃഷ്ണ വിഗ്രഹം പൂജാമുറിയിലോ ഹാളിലോ വെക്കാം. ബെഡ്റൂമിലോ കിച്ചണിലോ വെക്കരുത്. വെറും തറയിലും വെക്കരുത്. ഒരു പീഠത്തിലോ സ്റ്റാൻഡിലോ ഒക്കെ ആയിരിക്കണം വെക്കുന്നത്. ഈ കൃഷ്ണ വിഗ്രഹം പൂജാമുറിയിൽ വെക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഹാളിൽ വെക്കുന്നത് കൊണ്ടും തെറ്റില്ല. പക്ഷെ ഒരിക്കലും ബെഡ്റൂം അല്ലെങ്കിൽ കിടപ്പുമുറിയിൽ വെക്കാൻ പാടില്ല. അത് സൂക്ഷിക്കണം.
ചിലർ ഭക്തി കൂടിയിട്ട് ബെഡ്റൂമിലൊക്കെ കൊണ്ടുപോയി വെക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ബെഡ്റൂമിലോ കിച്ചണിലോ ഒന്നും സൂക്ഷിക്കാനുള്ളതല്ല കൃഷ്ണവിഗ്രഹം എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ പൂജാമുറി അല്ലെങ്കിൽ വീട്ടിലെ ഹാള്. ആ ഹാളിൽ വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി ഇത് വെക്കുന്ന സമയത്ത് ഒരിക്കലും വെറും തറയിൽ വെക്കരുത്. ഒരു പീഠത്തിലോ അല്ല എന്തെങ്കിലും അത് വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള സ്റ്റാൻഡോ അങ്ങനത്തെ എന്തിലെങ്കിലും വെക്കുക. വെറും തറയിൽ വെക്കരുത്. പിന്നെ അതുമല്ല, അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ ഒരു മഞ്ഞ പട്ട് വിരിച്ച് അതിൽ വെക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഒരു കാരണവശാലും വെറും തറയിൽ വെക്കാൻ പാടില്ല. അപ്പോൾ അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ ഇനിയിപ്പോൾ പൂജാമുറിയിലാണ് വെക്കുന്നതെങ്കിൽ പോലും ഒരു പീഠം പണിഞ്ഞ് അതിൽ വെക്കുക. ഏറ്റവും നല്ലത് ഒരു മഞ്ഞ തുണി വിരിച്ച് മഞ്ഞപ്പട്ട് അതിൽ വെച്ച് അതിൽ ഭഗവാനെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഈശാന കോണാണ്. അതായത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല. ആ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വിഗ്രഹം വെക്കാനുള്ള സ്ഥാനമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കുക. അതാണ് ഏറ്റവും ഐശ്വര്യം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വടക്ക് കിഴക്കേ മൂലയിൽ പൂജാമുറി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് പൂജാമുറി വന്ന് ആ പൂജാമുറിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ഇരിക്കുന്നത് ആ വീട്ടിൽ സകല ഐശ്വര്യവും വന്നു ചേരാൻ ഇടയാക്കും. ഭഗവാന്റെ വാസം അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. സർവ ഐശ്വര്യമായിരിക്കും ഫലം. അപ്പോൾ ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്നവർ ആ വിഗ്രഹം തലയ്ക്ക് മുകളിൽ വരാത്ത രീതിയിൽ, അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏറ്റവും ഹൈറ്റിൽ വെക്കരുത്. ചിലരെന്ത് ചെയ്യും, എത്തി വലിഞ്ഞെടുക്കാൻ പറ്റാത്തത്ര ഹൈറ്റിലൊക്കെ വെക്കും. അങ്ങനെ വെക്കരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മുടെ മുഖത്തിൻ്റെ ലെവലിലായിരിക്കണം, നമുക്ക് കാണാൻ പറ്റുന്ന ലെവലിലായിരിക്കണം ശ്രീകൃഷ്ണ വിഗ്രഹം സൂക്ഷിക്കേണ്ടത്. ഒരുപാട് ഉയരത്തിൽ വെച്ച് എത്തി വലിച്ച് ഇങ്ങനെ ഏന്തി വലിഞ്ഞ് എടുക്കുന്ന രീതിയിൽ വെക്കരുത്. അങ്ങനെയൊന്നും വെക്കാൻ പാടുള്ളതല്ല. ഒന്നുകിൽ നമ്മളുടെ ഒരു തലയുടെ ലെവല്, അതല്ലെങ്കിൽ നമുക്ക് കുനിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പ് വരുത്താൻ വേണ്ടി ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള മഞ്ചാടിക്കുരു, പിന്നെ ഓടക്കുഴൽ, മയിൽപ്പീലി, മഞ്ഞപ്പട്ട്, കുന്നിക്കുരു, ഇതൊക്കെ ഭഗവാന്റെ അരികിൽ വെക്കുന്നതും നല്ലതാണ്. ഇപ്പോൾ പുല്ലാങ്കുഴൽ പിടിച്ച് നിൽക്കുന്ന ഒരു കണ്ണനാണ്, ഒരു വിഗ്രഹമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പ്രത്യേകിച്ച് പുല്ലാങ്കുഴൽ വെക്കണ്ട, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാവുന്നതാണ്. ഒരു മഞ്ഞപ്പട്ട് വാങ്ങിക്കൊണ്ട് വന്ന് ഭഗവാനെ പുതപ്പിച്ച് നിർത്തുന്നതും ഏറ്റവും ഐശ്വര്യമാണ്. മഞ്ഞപ്പട്ട് പൊതിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് ദിവസവും സന്ധ്യയ്ക്ക് തൊഴുന്നത് ആ വീട്ടിൽ ഐശ്വര്യത്തിന് കാരണമാകും. പണത്തിന് മുട്ടുണ്ടാവില്ല ആ വീട്ടിൽ. അപ്പോൾ വീട്ടിൽ വിഗ്രഹമൊക്കെ ഉള്ളവർ ഒരു മഞ്ഞപ്പട്ട് ചുറ്റി കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ആ വിഗ്രഹത്തിന് മുന്നിൽ ദിവസവും സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുക. നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഐശ്വര്യം ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഏതെങ്കിലും തെറ്റിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് അത് തിരുത്തുക. പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തിരുത്തുക. അപ്പോൾ നിങ്ങൾ ഗുണമെന്ന് കരുതുന്നു, പക്ഷെ അത് ദോഷമാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെക്കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കാനാണ് ഈ അധ്യായം ഇവിടെ ചെയ്തത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം.